welcome to our channel. And ഇന്നത്തെ വീഡിയോ ഐ നീഡ് ടു ടോക്ക് സംതിങ് ടു യു. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ഫുൾ വീഡിയോ ആയിട്ട് തന്നെ വരാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ബിഫോർ ദാറ്റ് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കട്ടെ. അതായത് നിങ്ങളെ ലൈഫിൽ നിങ്ങൾക്ക് ആരെങ്കിലും വാല്യൂ തന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വാല്യൂ ചെയ്യുന്നതായിട്ടോ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയണം എന്ന് തോന്നിയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ നിങ്ങളുടെ ലൈഫിൽ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിലും ഒന്ന് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ആക്കുക. അതേപോലെ വൺ മോർ ക്വസ്റ്റ്യൻ എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ പലപ്പോഴും നമ്മളൊരു ഹാപ്പി പ്ലേസ് എന്ന് പറയുന്നത് അതൊരു ഡെസ്റ്റിനേഷനോ അല്ലെങ്കിൽ ഒരു സർട്ടൻ സ്ഥലമോ അങ്ങനെ ഒന്നും ആവണമെന്നില്ല. ചിലപ്പോൾ ചില പീപ്പിൾ ആയിരിക്കും അല്ലേ, ചില മനുഷ്യന്മാരായിരിക്കും നമ്മളെ ഹാപ്പി പ്ലേസ് എന്ന് പറയുന്നത്. ഉണ്ടോ? നിങ്ങൾക്കുണ്ടോ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് സർക്കിൾ എന്ന് പറയുന്ന ആൾക്കാർ? ഓക്കെ, ഞാൻ അത് ചോദിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, എനിക്കുണ്ടായ അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് കൂടി ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, റീസെൻ്റ്ലി ഞാൻ എൻ്റെ ജോബ് എന്ത് ചെയ്തു, റിസൈൻ ചെയ്ത് ഞാൻ വീട്ടിലെത്തിയ സമയത്താണ് ഞാൻ ഇതിങ്ങനെ ആലോചിക്കുന്നത്. ഇതിനെ പറ്റിയിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് ആക്ച്വലി ഒരു 2 days മുന്നേ ഞാൻ ജോബൊക്കെ റിസൈൻ ചെയ്തത്. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് വർക്ക് ചെയ്തത്. അപ്പം അവിടുത്തെ കുട്ടികളായിട്ട് ഞാൻ അത്യാവശ്യം നല്ല കണക്റ്റഡൊക്കെ ആയിരുന്നു. കുറേ മക്കളായിട്ട് ഞാൻ അത്യാവശ്യം നല്ല കണക്റ്റഡൊക്കെ ആയിരുന്നു. അപ്പം സംഭവം ആരും അറിഞ്ഞിട്ടില്ലേന് ഞാൻ റിസൈൻ ചെയ്യണത്. പെട്ടെന്നേനും ഉണ്ടായത്. അങ്ങനെ ഞാൻ റിസൈൻ ചെയ്തപ്പോൾ എനിക്ക് മക്കളോട് ആരോടോ ഞാൻ റിസൈൻ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല. ഞാനൊരു ഡേ ഈവനിങ് പോയിട്ട് ഈവനിങ്ങുള്ള മക്കളോട് എനിക്ക് പറയാൻ പറ്റി. ഞാൻ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ടീച്ചേഴ്സിനെ എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഈവനിങ് അവിടെ പോയ സമയത്ത് ഞാൻ മക്കളെ കണ്ടു. ഞാൻ അവരോട് പറഞ്ഞ സമയത്ത് ആക്ച്വലി ഓരോ ഭയങ്കര ഷോക്കായി. എനിക്കത് ഓരോ ഫേസിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് പെട്ടെന്ന് ഞാൻ പോവാണ് എന്നുള്ളത് പറഞ്ഞപ്പം ഓരോ ഇൻ ദ സെൻസ് മിസ് എന്താ വന്ന് പറയണേന്നുള്ള ആ ലെവലിൽ ഓരോ ഞാൻ ഓരോരോ ഷോക്ക് ചെയ്തിട്ടുള്ള ആ ഇതിൽ തന്നെ നിൽക്കണം. അപ്പം ഞാൻ ഓരോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഓരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇഫ് നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി തന്നാൽ മതി. അതാകുമ്പോൾ എന്താ വെച്ചാൽ എനിക്കൊരു മെമ്മറി പോലെ എനിക്ക് എടുത്ത് വെക്കാമല്ലോ എന്ന് കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അപ്പം മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ കാത്തിരിക്കുകയാണ് ഓരത്. വിത്തിൻ ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ ഞാനൊന്ന് ബാക്കി എല്ലാ ക്ലാസ്സിലും ഒന്ന് കയറി ഇറങ്ങി വരുമ്പോഴേക്കുണ്ട് ഫുൾ സെറ്റാക്കിയിട്ട് ഇവരെല്ലാവരും ഉണ്ട്. കുറേ പേപ്പർ തന്നെ കുറേ എല്ലാവരും ഈച്ച് ആൻഡ് എവറി പേഴ്സൺ അവർക്ക് പറയാനുള്ള കാര്യങ്ങളും എല്ലാം എഴുതി. ഞാൻ ഇവിടെ വീട്ടിൽ വന്നിട്ടാണ് ഇതൊക്കെ വായിച്ചു നോക്കിയ സമയത്ത് ഞാൻ സത്യം അറിയാലോ എൻ്റെ കണ്ണ് നിറഞ്ഞു വയ്ക്കുന്ന ആ സമയത്ത്. കാരണം അതിലുള്ള ഓരോ പേപ്പറിലും ഓരോ കുട്ടിയും ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ഫുൾ ഇതിൻ്റെ മിസ് എന്തിനാ പോണത്, മിസ് എന്തിനാ പോയത്, പോകണ്ടില്ലേനോ, നമ്മളുള്ള സമയത്ത് കൂടി ഇവിടെ നിന്നൂടെ. അതൊക്കെ വായിക്കുമ്പോൾ ഇവർക്ക് നമ്മളിത്ര സ്പെഷ്യൽ ചെയ്യുന്നോ എന്നുള്ള നമുക്ക് അപ്പോഴാണല്ലോ തോന്നുന്നത്. നമ്മളുള്ളപ്പോൾ ചിലപ്പോൾ ഒരു പല സാധനം എക്സ്പ്രസ് ചെയ്യണമെന്നില്ല, നമ്മൾ ഓരോരുത്തർ പല കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനോ നിൽക്കലൊന്നുമില്ല. പക്ഷേ ഓരോ ഉള്ളിനുള്ളിൽ നമുക്കൊരു സ്പേസ് ഉണ്ടേനോ എന്നറിയുമ്പം അത് ഭയങ്കര ഒരു ഹാപ്പി ഫീലാണ്. ആൻഡ് എനിക്ക് തോന്നുന്നത് അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ബ്ലെസ്സിങ്ങോ അല്ലെങ്കിൽ ഭാഗ്യമോ ഒന്നല്ല. ആരെങ്കിലുമൊക്കെ ഇൻസൈഡ് ദി ഹാർട്ട് ഒരു സ്പേസ് കിട്ടുക പറയുന്നത് ഇറ്റ്സ് സംതിങ് എ ബിഗ് തിങ്. ഒരു വലിയ കാര്യം തന്നെയാണ്, അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. ആൻഡ് ഓരോരോയിലുള്ള ഈവൻ ഒരു ചെറിയ 1 റുപ്പീൻ്റെ മിഠായി അടക്കം ആ ഒരു പേപ്പറിൽ വെച്ചിട്ടാണ് എനിക്ക് തന്നത്. അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല സങ്കടം വന്നുപോയി. അതേപോലെ തന്നെ ഏതോ ഞാൻ ഒന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ഉള്ള എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള കൊളീഗ്സും ടീച്ചേഴ്സും എല്ലാവരും ഒരേ സ്ഥലത്തിൽ എന്നോട് ചോദിച്ച കാര്യമായിരുന്നു എന്തിനാ ഇപ്പോൾ ഇറങ്ങണത്. എനിക്ക് ഓരെല്ലാവരും എനിക്ക് ഓരോ ഫീഡ്ബാക്ക് തന്നപ്പോഴും ഫീഡ്ബാക്ക് വാട്സപ്പായി മെസ്സേജ് അയച്ച ടൈമിൽ എനിക്ക് എല്ലാവരെയും ഒരേ സ്വരത്തിൽ കേൾക്കാൻ പറ്റിയൊരു സാധനമായിരുന്നു യു വേർ എ കംഫർട്ടബിൾ പേഴ്സൺ എന്നുള്ളത്. അത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ഞാൻ എന്താ പറയേണ്ടത്, സ്പീച്ച്ലെസ് ആയി. ഞാൻ എൻ്റെ കണ്ണ് ഫുൾ നിറഞ്ഞ് ഞാൻ ഭയങ്കര എന്തോ പോലെ ഞാൻ ഇത്രയും ആൾക്കാർക്ക് ഞാനൊരു കംഫർട്ടബിൾ പേഴ്സൺ ആയിരുന്നോ എന്ന് ഞാൻ ആലോചിച്ച് പോയി. മേ ബി ഞാൻ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, ഞാൻ
അടുത്ത് കാണിച്ചിട്ടുള്ളൂ. പക്ഷേ ഓർക്ക് മേ ബി ഓരോ ട്രീറ്റ് ചെയ്യണ പോലെ അല്ലെങ്കിൽ ഓരോരോ പടി കെയർ ചെയ്യണ പോലെ അങ്ങനെയൊക്കെ മേ ബി അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കണ്ടേ ഓരെന്നോടത് പറയേണ്ടത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, നമ്മുടെ ലൈഫിൽ നമ്മൾ കാരണം വേറൊരാൾക്ക് ഒന്ന് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓരെ കെയർ ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അവർക്കൊരു കംഫർട്ടബിൾ സോണായിട്ട് നമുക്ക് മാറാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് എന്താ വേണ്ടത് നമ്മളെ ലൈഫിൽ? ഐ ഡോണ്ട് തിങ്ക് സോ. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ വലുതായിട്ട് നമുക്കൊരു സമാധാനമോ അങ്ങനൊന്നും വേറെ കിട്ടാൻ വേറെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരാൾക്കൊരു ലിസണറായിട്ട് നമ്മൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമുക്കൊരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ലിസൺ ചെയ്യുക വിത്തൗട്ട് ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ ഒരാളെ നമുക്ക് കേട്ടുകൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നതിലുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് അതായി. നിങ്ങൾക്ക് എന്താ തോന്നണ അതിനെ പറ്റിയിട്ടുള്ളത് എന്നുള്ളതൊന്നും കൂടി ഒന്ന് കമൻ്റ് ആക്കുക. ആൻഡ് നിങ്ങൾക്ക് അങ്ങനെ ഒരാൾക്കാവാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതും ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾ കാരണം ഒരു സമാധാനം കിട്ടുക, അല്ലെങ്കിൽ ഓർക്ക് നിങ്ങളൊരു ഹോം ഫീല് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര രസിക്കുക അത് എന്നുള്ളത്. ഒരെല്ലാവരും ഞാൻ അവിടുന്ന് ഇറങ്ങിയ സമയത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരും മോസ്റ്റ് ഓഫ് ദം അത് പറഞ്ഞ സമയത്ത് എനിക്ക് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്പീച്ച്ലെസ് ആയിപ്പോയി. ആൻഡ് എൻ്റെ കണ്ണ് ഫുൾ നിറഞ്ഞുപോയി. ഓ, ഞാൻ ഇത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ലേ ഓരോ ലൈഫിൽ എന്നുള്ളത് ഞാൻ ആലോചിച്ചു പോയി. ഓരോ ലൈഫിൽ ഇല്ലെങ്കിലും ഓരോരോ പാർട്ട് ഓഫ് ദി ലൈഫ് ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ലേ എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തുപോയി. നമ്മുടെ ലൈഫിലുണ്ടാവില്ല അങ്ങനെ കുറേ ആൾക്കാർ അല്ലേ? നിങ്ങൾ ഓരോരുത്തരുടെ ലൈഫിലും ഉണ്ടാവില്ല അങ്ങനെ ഓരോ ആൾക്കാരുടെ ലൈഫിലും ഓരോരുത്തർ മേ ബി ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കൊക്കെ മനസ്സിലാവും. നമ്മൾ തന്നെ നമ്മളെ പറ്റൊന്ന് റിയലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റൂലേ? ആൻഡ് സ്റ്റിൽ ഇന്ന് ഇൻസ്റ്റഗ്രാമിലൊക്കെ എപ്പോഴും സ്റ്റിൽ മെസ്സേജ് മക്കൾ അയച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇറങ്ങിയത്, ഇപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇറങ്ങിയെന്ന് ചോദിച്ചാൽ നിങ്ങളില്ല, അതൊരു വൈബില്ല, ഞാൻ ആകെ നിങ്ങളോടല്ലേ അത്രയും അറ്റാച്ച് ആയിട്ടുള്ളൂ. അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. പക്ഷേ മൂവ് ഓൺ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പം പിന്നെ ഇതേപോലെ ലെറ്ററിൽ ഒരു കുട്ടി എഴുതി തന്നതുണ്ട്, മിസ്സേനു ഫസ്റ്റ് ഒന്ന് ചീത്ത പറഞ്ഞത് ഞാൻ ലേറ്റായി വന്നപ്പോൾ. പക്ഷെ മിസ് എന്നെ അടിച്ചിട്ടില്ല, വേറെ സാറേനു എന്നെ അടിച്ചിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എന്നും പങ്ക്ച്വലാണ്, ഓൺ ടൈമിൽ ഞാൻ എത്തും. മിസ് അന്ന് ചീത്ത പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ആ ടൈമിന് എത്തുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇനിയും നേരം വൈകുന്നു, ഞാൻ പങ്ക്ച്വൽ ആവില്ലേനു. അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കും, നമ്മൾ പറഞ്ഞ പല കാര്യം കുട്ടികളുടെ ഉള്ളിൽ എന്തായിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. മേ ബി ഞാൻ പോലും അത് ഓർക്കണില്ലേ, ഞാൻ ചീത്ത പറഞ്ഞതായിട്ടോ അങ്ങനെയൊന്നും ഞാൻ പോലും ഓർക്കണില്ല. പക്ഷേ സ്റ്റിൽ ആ ഒരാൾ, ആ ഒരു കുട്ടി അത് ഓർത്തു, ഡേ ടു ഡേ ഉള്ള ആ റൊട്ടീനിലേക്ക് അത് എടുത്തു. ആൻഡ് ഇപ്പം അതൊരു പാർട്ട് ഓഫ് ദി ലൈഫ്. ഒക്കെ പങ്ക്ച്വാലിറ്റി എന്നുള്ള സാധനം കയറി. അപ്പം അതൊക്കെ ഒരു നല്ലൊരു വേയിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് തിങ്, റൈറ്റ്? ഈ വീഡിയോ എൻ്റെ കുട്ടികളൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ലെറ്റർ എഴുതി തന്നെ എനിക്ക് ഫീഡ്ബാക്ക് കുറേ ആൾക്കാർ അയച്ചിട്ടുണ്ടായിരുന്നു, കുറേ സ്റ്റുഡൻസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വെരി ബിഗ് താങ്ക് യു. നിങ്ങളൊക്കെ ഉള്ളിൽ ഒരു ചെറിയ സ്പേസെങ്കിലും എനിക്ക് കിട്ടിയല്ലോ എന്ന് ആലോചിക്കുമ്പം ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്, അതിനൊക്കെ ഭയങ്കര താങ്ക്ഫുള്ളാണ്. ആൻഡ് അപ്പം എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളൂ, ഐ മീൻ നല്ലോണം പഠിക്കുക. ആൻഡ് നല്ല മാർക്ക്, വിച്ച് മീൻസ് ഫുള്ളൊന്നും വാങ്ങാൻ ആരും നിങ്ങളോട് പറയുന്നില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്ന എഫർട്ട് നിങ്ങളിടുക, നല്ല രീതിയിൽ മാർക്കൊക്കെ സ്കോർ ആക്കുക. ആൻഡ് എപ്പോഴും എല്ലാവരോടും ഹമ്പിളായിരിക്കുക, കൈൻഡായിരിക്കുക. നമ്മൾ ഒരാൾക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ പല ഗിഫ്റ്റോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നൊന്നുമില്ല. എല്ലാവരോടും കൈൻഡ് ആവുക, ഹമ്പിളായിരിക്കുക, ജെന്യുവിൻ ആവുക.
അത്രയൊക്കെ ചെയ്യാനുള്ളൂ. എല്ലാവരോടും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക ആൻഡ് ഓൾവേസ് പുട്ട് എ സ്മൈൽ ഓൺ എ ഫേസ്. എപ്പോഴും ചിരിക്കുക വെച്ച് മീൻസ് ആരെ കണ്ടാലും ഓരോ നമ്മളോട് ചിരിച്ചില്ലല്ലോ എന്നുള്ള ആ ലെവലൊന്നും വെക്കണ്ട. നമ്മളൊരാളെ കണ്ടാൽ അമ്മ ചിരിക്കുക. അത് ബാക്കി കയറി വരുന്ന, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വീട്ടിലാണെന്നുണ്ടെങ്കിലോ നമ്മൾ ഡോറ് തുറക്കുമ്പം ഇൻ ദ സെൻസ് ഒരു ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ചിരിക്കുക. അത് ഓർക്കൊരു പോസിറ്റീവും കൂടിയാണ്. കയറി വരുന്ന ആൾക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും, അമ്മക്കും ഒരു നല്ലതാണത്. അപ്പം പുട്ട് എ സ്മൈൽ ഓൺ എ ഫേസ് ഓൾവേസ് ആൻഡ് മിസ് യു. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. പിന്നെ കമൻ്റ് ആക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ടാക്കുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.